കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് നൽകിയതിൽ ക്രമക്കേടെന്ന് SFI 20-ാം തീയതി നടക്കുന്ന ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് KSU പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോളേജ് അധികൃതർ അനധികൃതമായി അറ്റൻഡൻസ് നൽകിയതെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജിലാണ് അറ്റൻഡൻസ് നൽകിയതിൽ ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് SFI രംഗത്ത് വന്നിരിക്കുന്നത്. 20-ാം തീയതി നടക്കുന്ന ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അധ്യാപകർ KSU പ്രവർത്തകർക്ക് അനധികൃതമായി അറ്റൻഡൻസ് നൽകിയിരിക്കുന്നതെന്നാണ് ആരോപണം. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് 70% അറ്റൻഡൻസ് വേണമെന്നുണ്ട്. ഇതിൽ 35% മാത്രമുള്ള KSU സ്ഥാനാർത്ഥികൾക്ക് അറ്റൻഡൻസ് കൂടുതൽ നൽകുന്നുവെന്നുമാണ് SFI പ്രവർത്തകരുടെ ആരോപണം. NSSന്റെ ഭാഗമായിട്ട് അറ്റൻഡൻസ് കൊടുക്കുന്നതാണ്. 22 മണിക്കൂർ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് NSSന്റെ ബൈലോ പ്രകാരം NSSന്റെ ഭാഗമായിട്ട് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമുള്ളൂ. അങ്ങനെ ഇരിക്കവേ 10-15 ദിവസങ്ങളടക്കം NSSന്റെ സാറിന്റെ റിട്ടേണിംഗ് NSSന്റെ ഡയറക്ടറായിട്ടുള്ള സാറിന്റെ നേതൃത്വത്തിൽ അറ്റൻഡൻസ് അനധികൃതമായി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിലയുണ്ടാവുകയാണ്. ആ ഷോ ഫ്ലോറിൽ ഇരിക്കേണ്ട അറ്റൻഡൻസ് ഇരിക്കുമ്പോൾ പോലും ആ ക്ലാസ്സിൽ പോലും വരാത്ത വിദ്യാർത്ഥിക്ക് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി KSUക്കാർക്ക് അനുഭാവം കാണിച്ചുകൊണ്ട് KSUക്കാർക്ക് സഹകരിക്കുന്ന രീതിയിൽ ഈ പ്രിൻസിപ്പളും NSSന്റെ ചാർജ് കാണുന്ന അധ്യാപകരും മറ്റ് അധ്യാപകരും എടുക്കുന്നൊരു നിലപാടാണ് ഈ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ മറ്റ് വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തുമ്പോൾ ചിലർക്ക് മാത്രം എങ്ങനെ അറ്റൻഡൻസ് വർദ്ധിച്ചു എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നതിനോ വ്യക്തമാക്കുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ല. വിഷയത്തിൽ പ്രതിഷേധം ശക്തമായതോടെ മീറ്റിംഗ് കൂടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് അധികൃതർ ഓഫീസ് റൂമിൽ വാതിൽ അടച്ചിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. NSS വോളണ്ടിയർ ആയതിനാൽ മാർക്ക് നൽകിയെന്ന് ചില അധ്യാപകർ പറയുന്നു. എന്നാൽ അതിലും നിയമവിരുദ്ധത ഉണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഇതോടെ പ്രതിഷേധം ശക്തമാവുകയും പ്രത്യക്ഷ സമരമുറയുമായി SFI രംഗത്ത് വരികയും ചെയ്തു. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനമെന്ന് SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS ഗൗതം വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കോളേജിൽ നിലയുറപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.